കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ കൊല്ലം സ്വദേശിയും കൊല്ലം പുയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീറാണ് മരിച്ചത്. മരിച്ചവരിൽ 20-ലധികം മലയാളികളുണ്ടെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷമീർ, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മരിച്ചവരിൽ കൊല്ലം സ്വദേശിയുണ്ട്, അതിനു പുറമെ 20-ലധികം മലയാളികൾ ഉണ്ടെന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവരുടെ വിവരങ്ങൾ ലഭ്യമാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ഷമീർ? തീർച്ചയായും ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് കുവൈറ്റിലെ മംഗഫിൽ ഈ തൊഴിലാളി താമസ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. 7 നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിൽ അഗ്നിക്കിരയായത്. കിച്ചണിൽ നിന്നുണ്ടായ പൊട്ടിത്തെറിയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഭൂരിപക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന NBTC കമ്പനിയിലെ തൊഴിലാളികളായ ഭൂരിപക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിൽ അഗ്നിക്കിരയായത്. നിലവിൽ ഇപ്പോൾ അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 52-ലധികം പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതിൽ സ്ഥിരീകരിച്ചത് കൊല്ലം സ്വദേശിയായ ഷമീറിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി 20 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അത് മലയാളികളാണ്. അവരുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഷമീർ താമസിക്കുന്നത് വയ്യാനം എന്ന സ്ഥലത്താണ്. ആ വീട്ടിൽ ഇപ്പോൾ ബന്ധുക്കൾ മറ്റും ഇല്ല. എന്നിരുന്നാലും ആ മൃതദേഹങ്ങൾ ഇപ്പോൾ മംഗഫിനടുത്തുള്ള 2 ആശുപത്രികളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയായതെന്നാണ് ഇപ്പോൾ കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോഴും മൃതദേഹങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മരിച്ചവരുടെ വിവരങ്ങൾ മറ്റും അറിയാൻ കഴിയും. എന്തായാലും ഭൂരിപക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു മലയാളിയുടെ കമ്പനിയുടെ അധീനതയിലുള്ള NBTC എന്ന് പറയുന്ന കമ്പനിയുടെ അധീനതയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് അതിദാരുണമായ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അനധികൃത കെട്ടിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുമെന്ന് ഇപ്പോൾ കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇനിയും 100-ലധികം ആളുകൾ ഇത്തരത്തിൽ ഈ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് രക്ഷപ്പെട്ടവരിൽ ആൾക്കാർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ കൊല്ലം സ്വദേശിയായ ഷമീറാണെന്ന് സ്ഥിരീകരണമുണ്ടായിരിക്കുന്നു. അതിനു പുറമെ മരിച്ചതിൽ 20-ലധികം മലയാളികളുണ്ടെന്നും സൂചന ലഭിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലത്ത് നിന്ന് ഷമീർ ആയിരുന്നു. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ നിന്ന് അനിൽ P. അലക്സിന്റെ റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കുവൈറ്റിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മംഗഫ് ബ്ലോക്ക് 4-ൽ കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലെ NBTC കമ്പനിയുടെ ക്യാമ്പ് നമ്പർ 4-ലാണ് അപകടം നടന്നത്. തീപിടുത്തത്തിൽ 40-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ കൊല്ലം ഓയൂർ സ്വദേശിയായ ഉമറുദ്ദീൻ ഷമീറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 33-കാരനായ ഉമറുദ്ദീൻ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ക്യാമ്പിൽ ബാച്ചിലേഴ്സ് മാത്രമാണ് താമസിച്ചിരുന്നത്. മലയാളികൾ, തമിഴ്നാട്ടുകാർ, നോർത്ത് ഇന്ത്യക്കാർ കൂടാതെ ഫിലിപ്പൈൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്നുണ്ട്. ഇവിടെ 6 നില കെട്ടിടത്തിന്റെ താഴെ നിന്നും തീ പടരുകയായിരുന്നു. NBTC കമ്പനിയുടെയും സഹസ്ഥാപനമായ ഹൈവേ സെന്ററിലെയും 195 ജീവനക്കാരാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അഗ്നി രൂക്ഷമായതോടെ 5ഉം 6ഉം നിലകളിലുള്ളവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരും മരണത്തിൽപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദാൻ ആശുപത്രിയിലെ 21, ഫർവാനെ ആശുപത്രിയിൽ 6, അമേരി ആശുപത്രിയിൽ 1 കേസും കൂടാതെ മുബാറക് അൽ കബീർ ആശുപത്രിയിൽ 11 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൃതദേഹങ്ങൾ ദജീജ് മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ 49 പേർ അപകടത്തിൽ മരിച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്, അൽ അഹമ്മദി ഗവർണർ, മുബാറക് അൽ കബീർ ഗവർണർ കൂടാതെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈക്ക അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കുവൈറ്റ് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ അപകടമാണിത്. ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ രാവിലെ തന്നെ സ്ഥലത്തെത്തി നടപടികൾ ഏകോപിപ്പിക്കുന്നുമുണ്ട്. അനിൽ P. അലക്സ്, ന്യൂസ് മലയാളം, കുവൈറ്റ്. കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ കൊല്ലം സ്വദേശിയും കൊല്ലം പുയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീറാണ് മരിച്ചത്. മരിച്ചവരിൽ 20-ലധികം മലയാളികളുണ്ടെന്നാണ് സൂചന. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷമീർ, അതിദാരുണമായ ഒരു സംഭവമായിരുന്നു. 20-ലധികം മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിയുന്നു. അതേപോലെ കൊല്ലം സ്വദേശിയായ ഷമീർ എന്ന വ്യക്തിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ?
നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം മംഗഫിൽ തുടരുകയാണ്. ഇതൊരു 7 നില കെട്ടിടമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം മംഗഫിൽ ഉണ്ടാകുന്നത്. വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്നാണ് അടുത്തുള്ള അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. എന്തായാലും കിച്ചണിൽ നിന്നുണ്ടായ ഒരു പൊട്ടിത്തെറിയാണ് ഈ വലിയൊരു തീപിടുത്തത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഇപ്പോൾ കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലിപ്പോൾ 20-ലധികം മലയാളികൾ മരിച്ചു. അതിൽ സ്ഥിതി ഒരു വലിയ ലിസ്റ്റ് തന്നെ, മലയാളികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് തന്നെ ഇപ്പോൾ എംബസി പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പേരുവിവരങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല. ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന പേരുവിവരം അനുസരിച്ച് കൊല്ലം സ്വദേശി ഷമീർ, ഇത്തരത്തിൽ അയാൾ ഓയൂരാണ് സ്വദേശം, ഇപ്പോൾ താമസിക്കുന്നത് വയ്യാനമാണ്. ഈ കമ്പനിയിൽ 5 വർഷമായി ജോലി ചെയ്യുന്ന ആളാണ്. NBTC എന്ന കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായത്. 100-ലധികം ഇന്ത്യക്കാർ ഈ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നു എന്നാണ് അവിടെ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കുറേയധികം ആളുകളെ, പൊള്ളലേറ്റ ആളുകളെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക്, 2 ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ ആളുകളും പങ്കുചേരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുവൈറ്റ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. 7ാമത്തെ നിലയിലും ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. വലിയ പൊട്ടിത്തെറിയാണ് ഇവിടെ ഉണ്ടായത്. ഭൂരിപക്ഷം മരിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ മലയാളികൾ മരിച്ചിരിക്കുന്നത് 20 പേരാണ്. അതിൽ ഒരാളുടെ പേര് വിവരമാണ് നമ്മളിപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം. കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട മംഗഫിലുള്ള മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കെട്ടിടം അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മംഗഫ് കണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ കുവൈറ്റ് കണ്ട ഏറ്റവും വലിയൊരു തീപിടുത്തത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് തുടങ്ങി 4:30 തുടങ്ങിയ ഒരു തീപിടുത്തം ഇപ്പോഴും അത് അവശേഷിക്കുന്നു. അത് തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു, മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. അങ്ങനെയുള്ള സുരക്ഷാ അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നു. എന്തായാലും ഷമീറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ ഒരു വലിയ പേരുവിവരം, അതായത് മലയാളികൾ അടക്കമുള്ള ആളുകളുടെ പേരുവിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം വന്ന ശേഷം മാത്രമായിരിക്കും ആ വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് നൽകാൻ സാധിക്കുക. എന്തായാലും ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഹെൽപ്പ് ലൈനിലേക്ക് ആളുകൾക്ക് വിളിക്കാം. അടിയന്തരമായി ആരെങ്കിലും ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റിൽ താമസിച്ച ഉണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ആ നമ്പറിലേക്ക് ബന്ധപ്പെടാൻ എംബസി പ്രത്യേക ഹെൽപ്പ് ലൈനുകളും ആരംഭിച്ചിട്ടുണ്ട്. ഷമീർ, അതേപോലെ തന്നെ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു അപകടമുണ്ടായി. പൊട്ടിത്തെറിയിൽ താഴത്തെ നിലയിൽ ഉണ്ടായിരുന്ന ആളുകൾ ചിന്നിച്ചിതറി റോഡിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ചിന്നിച്ചിതറി ആളുകൾ കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക്, അതായത് വലിയ രീതിയിൽ അപകടം പറ്റി റോഡിൽ ചോര വാർന്നു കിടക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഇവരെല്ലാം തന്നെ പൊള്ളലേറ്റവരെയും അതുപോലെ തലയ്ക്കൊക്കെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയുമാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള 2 ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവരുടെ എല്ലാം നില അതീവ ഗുരുതരം തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 7ാമത്തെ നിലയിൽ വരെ ഇപ്പോൾ പരിശോധന എത്തിയിരിക്കുന്നു. അതായത് ഒരുപാട് ആളുകളെ, ഇതിൽ താമസിച്ചിരുന്ന മിക്കവരെയും കാണാനില്ല എന്നൊരു ആശങ്കയാണ് മലയാളികൾ പങ്കുവെക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ കാണാനില്ല എന്നൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊട്ടിത്തെറിച്ച കെട്ടിടത്തിൽ ഇപ്പോഴും പരിശോധന നടത്തുന്നത്. മൃതദേഹങ്ങൾ താഴേക്ക് ഇറക്കുന്ന ചിത്രങ്ങൾ നമുക്കിപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഷമീർ, തുടരുക. ഇനി രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സൗണ്ട് കേട്ട് എണീറ്റതാണ്. അപ്പം പുറത്തേക്ക് ഡോറ് തുറന്നിറങ്ങിയപ്പോൾ ഫുള്ള് പോകാം. സ്റ്റെപ്പ് വഴി ഓടാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. തിരിച്ച് റൂമിൽ കയറി ഗ്ലാസ് തുറച്ച് പുറത്തേക്ക് ചാടി. അങ്ങനെ വന്ന ആശുപത്രി പോയിട്ട് വന്നല്ലേ? 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുകയും വെള്ളമെല്ലാം അവിടെ കിട്ടും. ഹാള് തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര പുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വിൻഡോ തുറന്ന് അതിന് അവിടെ പുകയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ AC നെറ്റ് വഴി പുറത്ത് ചാടി. നെറ്റിൻ്റെ മണ്ടയ്ക്ക് ചാടി. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ളവർ, സെക്കൻഡ് ഫ്ലോറിലുള്ളവർ നെറ്റ് വഴി കുറേ പേര് ചാടി. ബാക്കി ആർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. സ്റ്റെപ്പിൽ കൂടെ പോയവരാണ് കൂടുതൽ അപകടം പെട്ടിരിക്കുന്നത്. അപകടത്തിൽ പെട്ടത് സ്റ്റെപ്പ് വഴി പോയവർക്ക് ശ്വാസം കിട്ടിയില്ല. അങ്ങനെ കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്.
തീപിടുത്തത്തിൽ രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ഷമീറിലേക്ക് പോവുകയാണ്. ഷമീർ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? അതേപോലെ കുവൈറ്റ് ഭരണകൂടം ഉൾപ്പെടെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ എടുക്കുന്നതായി അറിയുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഷമീർ? കബീർ ആശുപത്രിയിലും അതുപോലെ അൽ ജാബിർ ആശുപത്രിയിലും ഫർവാനിയ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അദാൻ ആശുപത്രിയിലാണ്. അതായത് ഈ പരിസരത്തിന് അടുത്തായിട്ടുള്ള അദാൻ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ബാക്കി പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മുബാറക് അൽ കബീർ ആശുപത്രിയിൽ, അതുപോലെ ജാബിർ ആശുപത്രി, ഫർവാനിയ ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിലാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തീ പടരുന്നത് കണ്ട് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പലരും താഴേക്ക് ചാടി ആ ചാട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിടം അനധികൃതമായാണ് അവിടെ നടന്നിരുന്നത് എന്നാണ് ഇപ്പോൾ കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രവർത്തിക്കാൻ. 7 നില കെട്ടിടത്തിന് ഇത്രയും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ച് താമസിപ്പിക്കാൻ ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ അഹമ്മദി ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാൻ കുവൈറ്റ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൗദൽ ദബൂസ് സംഭവ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. എന്തായാലും വിപുലമായ ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. സൗണ്ട് കേട്ട് എണീറ്റതാണ്. അപ്പോൾ പുറത്തേക്ക് ഡോറ് തുറന്നിറങ്ങിയപ്പോൾ ഫുള്ള് പോകാം. സ്റ്റെപ്പ് വഴി ഓടാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. തിരിച്ച് റൂമിൽ കയറി ഗ്ലാസ് തുറച്ച് പുറത്തേക്ക് ചാടി. അങ്ങനെ ആശുപത്രി പോയിട്ട് വന്നല്ലേ? 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുകയും വെള്ളമെല്ലാം അവിടെ കേട്ട് ഹാള് തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര പുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വിൻഡോ തുറന്ന് അന്നേരം അവിടെ പുകയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ AC-യുടെ നെറ്റ് വഴി പുറത്ത് ചാടി. നെറ്റിൻ്റെ മണ്ടയ്ക്ക് ചാടി. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ളവർ സെക്കൻഡ് ഫ്ലോറിലുള്ളവർ നെറ്റ് വഴി കുറേ പേര് ചാടി. ബാക്കി ആർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. സ്റ്റെപ്പിൽ കൂടെ പോയവരാണ് കൂടുതൽ അപകടം പെട്ടിരിക്കുന്നത്. അപകടത്തിൽ പെട്ടത് സ്റ്റെപ്പ് വഴി പോയവർക്ക് ശ്വാസം കിട്ടിയില്ല. അങ്ങനെ കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗൗതം, ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപകടത്തിൽ 20ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മലയാളികളായ 20ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതായി അറിയുന്നു. അതേപോലെ കൊല്ലം സ്വദേശിയായ ഷമീറിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരമനുസരിച്ച് 40 പേര് ആണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ അപകടത്തിൽ. അതിൽ 21 പേർ ഇന്ത്യക്കാരാണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11ഓളം പേർ മലയാളികളാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ കൊല്ലം സ്വദേശിയായ ഷമീറിൻ്റെയും അതോടൊപ്പം തന്നെ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ആകാശ് രാധാകൃഷ്ണൻ്റെയും മരണത്തെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിവരം ഷിബു വർഗീസ്, തോമസ് ജോസഫ്, പ്രവീൺ മാധവ്, ലൂക്കോസ് വടക്കോട്ട്, ബുനാഫ് റിച്ചാർഡ്, കേളു പൊന്മേലേരി, സ്റ്റീഫൻ എബ്രഹാം, അതോടൊപ്പം തന്നെ അനിൽ ഗിരി, മുഹമ്മദ് ഷെരീഫ്, സാജു വർഗീസ്, ദ്വാരികേഷ് പട്നായിക്, മുരളീധരൻ PV, വിശ്വാസ് കൃഷ്ണൻ, അരുൺ ബാബു, സാജൻ ജോർജ്, രഞ്ജിത്ത്, ഡെയ്മൺ മക്പന്തൈ, ജീസസ് ഒലിവറോസ്, ആകാശ് ശശിധരൻ, ഡെന്നി ബേബി എന്നിവരുടെ മരണമാണ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടായി പുറത്തു വരുന്നത്. ഇതിൽ ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വ്യക്തമാക്കുകയാണെങ്കിൽ
തീ പടർന്നതിന് പിന്നാലെ ഈ താമസ സ്ഥലത്ത് പുകയും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള തടസ്സ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിൽ മാത്രമല്ല തുടർന്നുണ്ടായിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള മരണവും സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തന ശക്തമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചവരുടെ പേരുവിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ പേർ ഈ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ട് എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളികൾ വിശദീകരിക്കുന്നതനുസരിച്ച് മലയാളികളാണ് ഈ തൊഴിലാളി ക്യാമ്പിൽ കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുണ്ട്. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം അനുസരിച്ച് 21 ഇന്ത്യക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 40 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ 49ലേക്ക് മരണസംഖ്യ എത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്ത് സന്ദർശിച്ച് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം അത് തൊഴിലാളികളുടെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം ഉദ്യോഗസ്ഥരുടെയും കുവൈറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളി തൊഴിലാളികൾ കൂടുതൽ ഈ താമസ സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നുള്ള അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള തൊഴിലാളികളുടെ പ്രതികരണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും ദുഃഖകരമായ വാർത്തകൾ ആണ് പുറത്തു വരാനിരിക്കുന്നത് എന്നുള്ള സൂചന കൂടിയുണ്ട്. എന്തായാലും നിലവിലെ വാർത്ത അനുസരിച്ച് 11 പേരാണ് മലയാളികളെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ ഷമീറും പത്തനംതിട്ട സ്വദേശിയായ ആകാശ് ശശിധരൻ നായരുമാണ് ഈ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള പേരുകളിൽ ഉള്ളത്. ഒരുപക്ഷെ ഒരു ദാരുണമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഈ താമസ സ്ഥലം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരീകരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ 21 പേരിൽ ഇനി എത്ര മലയാളികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ പേർ ഈ ആശുപത്രിയിൽ നിന്നുള്ള പേരുവിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ അവിടെ നിന്നും മലയാളികൾ പരിക്കേറ്റവരിൽ എത്ര പേരുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മരിച്ചവരിൽ 11 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 21 ഇന്ത്യക്കാരുടെ പേരുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പേർ ആശുപത്രികളിൽ പരിക്കേറ്റ് തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത നിമിഷങ്ങളിലായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരിക എന്നതാണ് ശ്രദ്ധേയം. ഗൗതം, ഏറ്റവും ഒടുവിൽ ചേരുന്ന പ്രേക്ഷകർക്കായി കുവൈറ്റിൽ സംഭവിച്ച ആ തീപിടുത്തം സംബന്ധിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് കൂടി ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായത്? എന്തൊക്കെയാണ് സമഗ്രമായി പറയാൻ പറ്റുന്ന വിവരങ്ങൾ? കുവൈറ്റിൽ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള താമസ സ്ഥലത്താണ് NBTC എന്ന ഉടമസ്ഥതയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള താമസ സ്ഥലത്ത് പുലർച്ചയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ തീപിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. അതേസമയം തൊഴിലാളികളൊക്കെ തന്നെ വിശ്രമിക്കുന്ന വേളയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെയുണ്ടായ അപകടത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴേക്കും തന്നെ അപകടത്തിൽ നിരവധി പേർ മരണപ്പെട്ടിരുന്നു എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ കുവൈറ്റ് ഉപപ്രധാനമന്ത്രി നൽകുന്ന വിവരമനുസരിച്ച് ഈ അനധികൃതമായ ഒരു താമസ സ്ഥലമായിരുന്നു ഇത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അനുവദനീയമായ രീതിയിൽ കൂടുതൽ തൊഴിലാളികളെ ഈ താമസ സ്ഥലത്ത് പാർപ്പിച്ചിരുന്നതായും അവർ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ കുവൈറ്റ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൂടുതലും സാധാരണക്കാരായ തൊഴിലാളികളാണ്, ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ജോലിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളാണ് ഈ താമസ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ താമസ സ്ഥലം ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നതെന്ന് സംബന്ധിച്ച് കുവൈറ്റ് മന്ത്രാലയത്തിനും ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രാവിലെ തീപിടുത്തം ഉണ്ടാകുന്നതിന് പിന്നാലെ വലിയ പുകയും ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടി വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ശേഷം പലരും ജനൽ ചില്ലുകൾ പൊളിച്ചും വാതിലുകൾ തകർത്തുമാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ രക്ഷാപ്രവർത്തന സമയത്തും അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും മരണം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ആദ്യ മണിക്കൂറിൽ പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീടാണ് ഈ ശ്വാസതടസ്സം മൂലം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നത്. താമസ സ്ഥലത്ത് ഉണ്ടായിരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം, എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് 40 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതിൽ 21 പേർ ഇന്ത്യക്കാരാണ് എന്നത് മാത്രമാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ എത്ര തൊഴിലാളികളാണ് ഈ താമസ സ്ഥലത്ത് ഉണ്ടായിരുന്നതെന്നും താമസ സ്ഥലം നിയമാനുസൃതമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പുലർച്ചെയുണ്ടായ
ഉണ്ടായ അപകടമായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ ഘട്ടത്തിലാണ് ഈ പുക ശ്വസിച്ചുകൊണ്ട് മലയാളി വ്യവസായിയുടെ കെട്ടിടമാണ് ഇത് എന്ന തരത്തിൽ തുടക്കത്തിൽ വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം അഗ്നി സുരക്ഷയിൽ അവിടെ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. NBTC എന്ന പേരിലുള്ള ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ താമസ സ്ഥലമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത് ഈ കമ്പനി ഒരു മലയാളിയുടേതാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അനധികൃതമായ ഒരു വാസസ്ഥലമായി ഇത് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളൊരു കണ്ടെത്തൽ കുവൈറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ തൊഴിലാളികൾ താമസിപ്പിച്ചിരുന്നുവെന്നും ഇവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അടിയന്തര ഘട്ടത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഈ കമ്പനി പരാജയപ്പെട്ടിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലും ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ താമസസ്ഥലം നിർമ്മിച്ചിരുന്നതും അത് പ്രവർത്തിച്ചതെന്നും ഉറപ്പാക്കിയിട്ടുണ്ട്. NBTC എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള താമസ സ്ഥലമാണ് എന്നതും സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ഒരു മലയാളിയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ അനധികൃതമായ ഒരു താമസ സ്ഥലമായിരുന്നോ ഇത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ കുവൈറ്റ് പ്രധാനമന്ത്രി നൽകിയ വിശദാംശം അനുസരിച്ചാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റുകാർ നടത്തുന്ന അത്യാഗ്രഹപൂർവമായ ഇടപെടലുകളുടെ ഭാഗമായി ഇത്തരം താമസ സ്ഥലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും ഇവയിൽ അനധികൃതമായ എണ്ണത്തിൽ, അനുവദനീയമായതിൽ കൂടുതൽ എണ്ണത്തിൽ തൊഴിലാളികളെ താമസിപ്പിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കുവൈറ്റ് പോലീസ് നൽകിയ ഒരു വിശദീകരണം പറഞ്ഞോളൂ. ഈ കുവൈറ്റ് പോലീസ് നൽകിയൊരു വിശദീകരണം അനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മേജർ ജനറൽ നൽകിയ പ്രതികരണം, മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. രക്ഷപ്പെടാനുള്ള വഴികൾ, അല്ലെങ്കിൽ ഒരു തീപിടുത്തം പോലെയുള്ള അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ സംബന്ധിച്ച്, അതിനുള്ള സുരക്ഷാ മാർഗ്ഗങ്ങൾ സംബന്ധിച്ച് അപര്യാപ്തത നിലനിന്നിരുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു ആ പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ താമസ സ്ഥലത്തിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കുവൈറ്റിൽ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ചു. 49 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ വിവരങ്ങൾ ഉച്ചയോടെയാണ് മാധ്യമങ്ങളിൽ കണ്ടു തുടങ്ങുന്നത്. ഏതായാലും കൊല്ലം, പത്തനംതിട്ട സ്വദേശികളുടെ മരണം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ വരുന്നു. 11 മലയാളികളുണ്ട് എന്നുള്ള ദുഃഖകരമായ വാർത്ത. 24 ഇന്ത്യക്കാർ. പലരുടെയും പേരുകൾ വെച്ചിട്ട് നമുക്ക് ഇവർ ഇന്ത്യക്കാരാണോ അതോ മലയാളികൾ തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും സ്ഥിരീകരണങ്ങൾ ലഭിക്കാനുണ്ട്. ദുഃഖകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ ന്യൂസ് മലയാളത്തോട് സംസാരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. സൗണ്ട് കേട്ട് എണീറ്റതാണ്. അപ്പോൾ പുറത്തേക്ക് ഡോറ് തുറന്നിറങ്ങിയപ്പോൾ ഫുള്ള് പോകാം. സ്റ്റെപ്പ് വഴി ഓടാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. തിരിച്ച് റൂമിൽ കയറി ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടി. അങ്ങനെ വന്ന ആശുപത്രി പോയിട്ട് വന്നല്ലേ ഇപ്പോൾ? 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുകയും വെള്ളമെല്ലാം അവിടെ കിട്ട് ഹാള് തുറന്ന് നോക്കി ഭയങ്കര പുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വിൻഡോ തുറന്ന് അന്നേരം അവിടെ പുകയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ AC-യുടെ നെറ്റ് വഴി പുറത്തിയാടി. നെറ്റിൻ്റെ മണ്ടയ്ക്ക് ചാടി. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ളവരും സെക്കൻഡ് ഫ്ലോറിലുള്ളവരും നെറ്റ് വഴി കുറേ പേര് ചാടി. ബാക്കി ആർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. സ്റ്റെപ്പിൽ കൂടെ പോയവരാണ് കൂടുതൽ അപകടപ്പെട്ടിരിക്കുന്നത്. അപകടത്തിൽ പെട്ടത് സ്റ്റെപ്പ് വഴി പോയവർക്ക് ശ്വാസം കിട്ടിയില്ല. അങ്ങനെ കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? അല്ല, സംഭവിക്കാനൊന്നുമില്ല. കാലത്ത് ഉറക്കത്തിൽ നിന്ന് ഈ പോകും ബോളും കേട്ടോട്ട് ചാടി കഴിക്കുക. ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും മൊത്തം പോകും ചെയ്യുവാണ്. മൊത്തം റൂമിനകത്ത് ഞങ്ങളുടെ റൂമിൽ നിന്ന് വെളിയിറങ്ങിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. റൂമിൽ നിന്ന് വെളിയിറങ്ങുന്നവർക്ക്. നിങ്ങൾ എത്രാമത്തെ ഫ്ലോറിലായിരുന്നു? 4th ഫ്ലോറിൽ. 4th ഫ്ലോറിലൊക്കെ അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു? ഓൾമോസ്റ്റ്. ആണോ? ആ റൂമിൽ നിന്നവരല്ല, ഞങ്ങൾ ഈ റൂമിലുണ്ടായിരുന്നു. ശരി. ഗൗതം ന്യൂസ് ഡെസ്കിൽ നിന്നും തുടരുന്നുണ്ട്. ഗൗതം, 24 ഇന്ത്യക്കാർ ഉള്ളതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമല്ലേ? 11 മലയാളികളും. എന്തൊക്കെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ?
നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് 20 മിനിറ്റ് മുൻപുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് മരണസംഖ്യ ഉയർന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരത്തിനനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്നും 4 പേർ കൂടി കൂടുതലായി ഈ മരണപ്പെട്ടവരുടെ പട്ടികയിൽ ഉണ്ട് എന്നുള്ള ഒരു വിശദാംശമാണ് ലഭ്യമാകുന്നത്. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യത വന്നിട്ടില്ല. ഈ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളവരും പരിക്കേറ്റ ചികിത്സയിലുള്ളവരും അതോടൊപ്പം തന്നെ മോർച്ചറിയിൽ നിന്നുള്ള വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ കണക്കുകളിലാണ് 24 എന്ന നിലയിലേക്ക് ഇന്ത്യൻ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഈ മണിക്കൂറിൽ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ കൊല്ലം സ്വദേശി ഈ അപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സ്വദേശി ഷമീറുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ ഷമീറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ കൂടി ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ തുടരുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ്. റിപ്പോർട്ട് അനുസരിച്ച് ആലപ്പുഴ താമരക്കുളം സ്വദേശി നജീബ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇയാൾ ഈ അപകടത്തിൽ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുള്ള ഷമീറിനോടൊപ്പം തന്നെ താമസിച്ചിരുന്ന ആളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഷമീർ 5 വർഷം മുൻപ് ഈ കുവൈറ്റിലേക്ക് ഡ്രൈവർ ജോലിക്കായി പോയതാണ്. ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെയാണ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തി വിശ്രമിക്കുന്ന വേളയിലാണ് ഈ അപകടത്തിന് ഇരയാകുന്നത്. ഇയാൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ഡ്രൈവറായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന നജീമാണ് ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുമുള്ളത്. സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകളിലാണ് ഈ മരണപ്പെട്ടവരുടെ എണ്ണത്തിൽ 24 ഇന്ത്യക്കാരുണ്ട് എന്നുള്ള വിശദാംശം വന്നിരിക്കുന്നത്. എന്നാൽ നേരത്തെ നമ്മൾ പുറത്തുവിട്ട ഈ പേരുകളിൽ ഉൾപ്പെടാത്തവരാണ് ഈ പുതുതായി വന്നിട്ടുള്ളവരെന്നും റിപ്പോർട്ടുണ്ട്. അതിൽ ഈ നജീം ഉൾപ്പെടെയുള്ള ആളുകൾ പരിക്ക് പറ്റി തുടരുന്നുമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ട തൊഴിലാളികൾ നൽകുന്ന വിശദാംശമനുസരിച്ച് പുലർച്ചെ വിശ്രമിക്കുന്ന വേളയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉറക്കത്തിനിടയിലായിരുന്നു പലരും ഈ അപകടത്തിലേക്ക് പെട്ടത്. അതുകൊണ്ട് തന്നെയുള്ളൊരു പ്രശ്നം ഈ രക്ഷപ്പെടാൻ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാലതാമസവും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ട കാലതാമസവും സംബന്ധിച്ച് അത് കാലതാമസം നേരിട്ടു എന്നത് തന്നെയാണ് ഇതിൽ വ്യക്തമായിരിക്കുന്നത്. ഈ കാലതാമസം പലരുടെയും ജീവൻ അപഹരിച്ചിട്ടുണ്ട് എന്നും പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ മോർച്ചറിയിൽ നിന്നും അതോടൊപ്പം തന്നെ ICU പോലുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിലും തുടരുന്ന ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണത്തിൽ വർധനയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 24 ഇന്ത്യക്കാരാണ് ഇപ്പോൾ മരിച്ചതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 11 പേർ മലയാളികളാണ് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ ഷമീറിൻ്റെയും പത്തനംതിട്ട സ്വദേശിയായ ആകാശിൻ്റെയും മരണമാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കൃത്യമായുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലൂടെ പേര് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ പുറത്തുവിട്ട പേരുകൾ 11 മലയാളികൾ ഉൾപ്പെടുന്ന 21 ഇന്ത്യക്കാരുടെ പേര് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ മരണത്തിന് കീഴടങ്ങി എന്ന് പറയപ്പെടുന്നവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹുനില കെട്ടിടമായതിനാൽ തന്നെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നില്ല. അപകടം അറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെട്ടവരുടെ എണ്ണവും ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിശദീകരണവും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മരണസംഖ്യ ഉയരും എന്നത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മറ്റൊരു കാര്യം, അറസ്റ്റിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അപകടം ഉണ്ടായ കെട്ടിടത്തിൻ്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഈ കെട്ടിടം ഒരു മലയാളിയുടേതാണ് എന്നുള്ള വാർത്തയും തുടക്കത്തിൽ വന്നതാണ്. അതിനൊപ്പം ചേർത്ത് വേണം ഈ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയും കാണാൻ. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അപകടമുണ്ടാക്കിയ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഗൗതം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ കുവൈറ്റിൻ്റെ ഉപപ്രധാനമന്ത്രിയായി ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിശദമായൊരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് ചില റിയൽ എസ്റ്റേറ്റ് ഉടമകൾ അവരുടെ ലാഭത്തിന് വേണ്ടി അത്യാഗ്രഹത്തിന് വേണ്ടി ആ വാക്കാണ് ഉപയോഗിച്ചത്, ഗ്രീഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അത്യാഗ്രഹത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും ഇതിനെതിരെ അന്വേഷണം വേണം
ചെയ്യണമെന്നും നേരത്തെ ഉത്തരവിട്ടിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തുന്നത്. ഉപപ്രധാനമന്ത്രി നൽകിയ വിശദാംശമനുസരിച്ച് ഈ അനുവദനീയമായ അളവിൽ കൂടുതൽ, അതായത് ഈ കെട്ടിടത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തൊഴിലാളികളെ ഈ സ്ഥലത്ത് താമസിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണസംഖ്യ ഇത്രയേറെ ഉയരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നത്. ഈ രണ്ട് സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യക്കുരുതിയിലേക്ക് നയിച്ചതിന് ഇപ്പോൾ ഈ കെട്ടിട ഉടമയ്ക്കെതിരെ, NTPC കമ്പനിയുടെ ഉടമയ്ക്കെതിരെ, മലയാളി കൂടിയായ ഉടമയ്ക്കെതിരെ ഇപ്പോൾ അറസ്റ്റിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ സമഗ്ര അന്വേഷണത്തിനൊടുവിൽ കൂടുതൽ നിയമ നടപടികൾ ഈ കമ്പനി നേരിടേണ്ട സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കുവൈറ്റ് പോലീസ് മേജർ ജനറലിൻ്റെ വാക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അവരുടെ കണ്ടെത്തലും ഇവിടെ ഈ കെട്ടിടത്തിൽ, ഈ താമസ സ്ഥലത്ത്, തൊഴിലാളികൾക്കായി തയ്യാറാക്കിയ താമസ സ്ഥലത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അപകടങ്ങൾ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കകത്ത് വലിയ വീഴ്ചയുണ്ട് എന്ന് തന്നെയായിരുന്നു അവരും വിലയിരുത്തിയിരുന്നത്. ഈ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇത്രയേറെ മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്ത അപകടത്തിൽ ഈ അറസ്റ്റിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരായ നേതാക്കൾ സംഭവസ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ NTPC കമ്പനിയുടെ താമസ സ്ഥലം, ഈ തൊഴിലാളികൾക്കായി ഒരുക്കിയിട്ടുള്ള ലേബർ ക്യാമ്പിന് സമാനമായ താമസ സ്ഥലം, അത് അനധികൃതമായ പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് ഏകദേശം ഉറപ്പിക്കുന്ന തരത്തിലാണ്. വലിയ ദുരന്തം തന്നെയാണ് കുവൈറ്റിൽ ഉണ്ടായത്. മലയാളികളടക്കം താമസിക്കുന്ന ബഹുനില കെട്ടിടത്തിന് തീ പിടിച്ചിരിക്കുന്നു. വലിയ അനാസ്ഥ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കെട്ടിട ഉടമ മലയാളിയാണ്. കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ നിന്നും അനിൽ P. അലക്സിന്റെ റിപ്പോർട്ടുണ്ട്, അതിലേക്ക് പോവാം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കുവൈറ്റിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മംഗഫ് ബ്ലോക്ക് 4-ൽ കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലെ NBTC കമ്പനിയുടെ ക്യാമ്പ് നമ്പർ 4-ലാണ് അപകടം നടന്നത്. തീപിടുത്തത്തിൽ 40-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ കൊല്ലം ഓയൂർ സ്വദേശിയായ ഉമറുദ്ദീൻ ഷമീറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 33-കാരനായ ഉമറുദ്ദീൻ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ക്യാമ്പിൽ ബാച്ചിലേഴ്സ് മാത്രമാണ് താമസിച്ചിരുന്നത്. മലയാളികൾ, തമിഴ്നാട്ടുകാർ, നോർത്ത് ഇന്ത്യക്കാർ കൂടാതെ ഫിലിപ്പൈൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്നുണ്ട്. ഇവിടെ 6 നില കെട്ടിടത്തിന്റെ താഴെ നിന്നും തീ പടരുകയായിരുന്നു. NBTC കമ്പനിയുടെയും സഹസ്ഥാപനമായ ഹൈവേ സെന്ററിലെയും 195 ജീവനക്കാരാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അഗ്നി രൂക്ഷമായതോടെ 5ഉം 6ഉം നിലകളിലുള്ളവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരും മരണത്തിൽപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദാൻ ആശുപത്രിയിലെ 21, ഫർവാനി ആശുപത്രിയിൽ 6, അമീരി ആശുപത്രിയിൽ 1 കേസും കൂടാതെ മുബാറക് അൽ കബീർ ആശുപത്രിയിൽ 11 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൃതദേഹങ്ങൾ ദജീജ് മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ 49 പേർ അപകടത്തിൽ മരിച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്, അൽ അഹമ്മദി ഗവർണർ, മുബാറക് അൽ കബീർ ഗവർണർ, കൂടാതെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈക്ക അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കുവൈറ്റ് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ അപകടമാണിത്. ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ രാവിലെ തന്നെ സ്ഥലത്തെത്തി നടപടികൾ ഏകോപിപ്പിക്കുന്നുമുണ്ട്. അനിൽ P. അലക്സ്, ന്യൂസ് മലയാളം, കുവൈറ്റ്. ഗൗതം, ഈ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ സന്ദർശിച്ചപ്പോൾ തന്നെ അവിടെ മാനദണ്ഡങ്ങളിൽ ഉണ്ടായ കുറവ്, പിഴവുകൾ മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതികരണവും നടത്തിയിരുന്നു. തീർച്ചയായും അതുതന്നെയാണ് നമ്മളിപ്പോൾ ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്ന വാർത്താ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാനദണ്ഡങ്ങളിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ആദ്യഘട്ടത്തിൽ തന്നെ ആ സ്ഥലം സന്ദർശിച്ച കുവൈറ്റിൻ്റെ ഉപപ്രധാനമന്ത്രിക്കും ഒപ്പം കുവൈറ്റ് പോലീസിൻ്റെ മേധാവിക്കും ലഭിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന, ഒപ്പം തന്നെ ഉപപ്രധാനമന്ത്രിയുടെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നുള്ള ഉത്തരവ്, ആ ഉത്തരവിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ, ഈ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ കെട്ടിട ഉടമയായ മലയാളിയുടെ അറസ്റ്റിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പുറത്തുവിട്ട 21 പേരുടെ ലിസ്റ്റ്, ആ ലിസ്റ്റ് സംബന്ധിച്ച് അതിൽ എല്ലാവരും മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇവർ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരാണ് എന്നതുൾപ്പെടെയാണ്, പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ കൂടി ലിസ്റ്റാണ് നേരത്തെ പുറത്തുവിട്ട 21 പേരുടെ ലിസ്റ്റിൽ ഉള്ളത്. ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്.
ഉൾപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷമീറിൻ്റെയും പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ആകാശ് ഗംഗാധരൻ്റെയും മരണങ്ങളാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കാൻ കഴിയുന്നുള്ളൂ. ഒപ്പം തന്നെ ഈ 21 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന ഈ കമ്പനിയുടെ തന്നെ NTPC കമ്പനിയുടെ തന്നെ HR വിഭാഗമാണ് ആ ലിസ്റ്റ് പുറത്തുവിടുകയും ഇവർ ചികിത്സയിലുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യക്തത കൂടി ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ ഈ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധി നൽകിയ വിവരങ്ങൾ വളരെ കൃത്യമാണ്. വിവിധ ആശുപത്രികളിലാണ് ചികിത്സയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളവർ, അതോടൊപ്പം ഈ ശ്വാസതടസ്സം നേരിട്ടവർ, അനിൽ നൽകിയ വിവരങ്ങളിൽ നിന്ന് വ്യക്തമായതുപോലെ തന്നെ ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിലുണ്ടായിരുന്നവർ അവർ തീപിടുത്തത്തിൻ്റെ പുക ശ്വസിക്കുകയും ഒപ്പം തന്നെ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ നേരിടുകയും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 6ഉം 7ഉം നിലകളിൽ നിന്നുള്ളവർ ജനൽ വഴി ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് ലഭ്യമാകുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ താമസ സ്ഥലം പ്രവർത്തിച്ചിരുന്ന ലേബർ ക്യാമ്പിന് സമാനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്നതും വ്യക്തതയാണ്. ഒരു വലിയ മനുഷ്യ കുരുതിക്ക് നേതൃത്വം നൽകുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളായിരിക്കും ഈ കെട്ടിട ഉടമയുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടിയുമായി കുവൈറ്റ് മന്ത്രാലയം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുക. നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 44 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, ഈ അപകടത്തിൽ മരണപ്പെട്ട ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയിരിക്കുന്നത് 24 പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. 11 പേർ മലയാളികളാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഒരുപക്ഷെ വരും നിമിഷങ്ങളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ കൊല്ലം സ്വദേശിയായ ഷമീറിൻ്റെയും പത്തനംതിട്ട സ്വദേശിയായ ആകാശിൻ്റെയും മരണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഷമീറിനൊപ്പം റൂമിലുണ്ടായിരുന്ന നജീം എന്നയാൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ് എന്നുള്ള ഒരു വിവരം കൂടി കഴിഞ്ഞ നിമിഷങ്ങളിൽ നമുക്ക് ലഭിച്ച വാർത്തകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ച സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വലിയ പ്രയാസം നേരിട്ടു എന്ന് തന്നെയാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഉയരുന്ന മരണസംഖ്യയും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഒരുപക്ഷെ കുവൈറ്റ് മന്ത്രാലയം നടത്തിയിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ രാവിലെ തന്നെയാണ് ഈ ഉപപ്രധാനമന്ത്രി സ്ഥലത്ത് എത്തുകയും ഒപ്പം അവിടെ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തത്. തുടർന്ന് വളരെ വേഗതയിൽ തന്നെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നും ആ അന്വേഷണത്തിനൊടുവിൽ ഈ താമസ സ്ഥലം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് NTPC കമ്പനി നടത്തിയിട്ടുള്ള മാനദണ്ഡങ്ങളുടെ ലംഘനത്തെ സംബന്ധിച്ച് കുവൈറ്റ് മന്ത്രാലയത്തിന് ഒരു വ്യക്തത ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മലയാളിയായ ഉടമയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇയാൾക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്താനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്ന പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ബഹുനില കെട്ടിടത്തിലേക്ക് തീ പടരുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കുറവായിരുന്നു എന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ, ഫയർ എക്സ്റ്റിങ്വിഷർ പോലെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലും കമ്പനി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ തൊഴിലാളികളാണ് ഈ തൊഴിൽ ക്യാമ്പിൽ അല്ലെങ്കിൽ ഈ താമസ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇവർ പുലർച്ചെ വിശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തന്നെ അപകടത്തിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഈ തീയിൽപ്പെട്ട് വെന്ത് മരിച്ചവർ കൂടാതെ ഈ ശ്വാസസംബന്ധമായ പ്രശ്നങ്ങളുണ്ടായവരും പുക ശ്വസിച്ച് മരണപ്പെട്ടവരും ഒപ്പം തന്നെ ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റവരും മരണപ്പെട്ടവരും ഈ മരണസംഖ്യയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലെ വാർത്തയനുസരിച്ച് മലയാളി കൂടിയായിട്ടുള്ള NTPC ഉടമസ്ഥനെ, ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് കുവൈറ്റിൻ്റെ ഉപപ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തെഴുതിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ അപകടത്തിൽ ചികിത്സയിലും നിരവധി പേർ കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് എഴുതിയിട്ടുണ്ട്. ഏതായാലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ?
ഇതിനോടകം തന്നെ വിദേശകാര്യ മന്ത്രാലയം കുവൈറ്റിലെ അപകട സ്ഥലം സന്ദർശിക്കുകയും അവിടെ അപകടത്തിൽപ്പെട്ട ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകൾക്കുള്ള എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്നവർക്കുള്ള ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ചും മരണപ്പെട്ടവരുടെ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനുമുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ അപകടത്തിനെ അതിജീവിച്ച ഇന്ത്യക്കാരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനും അവർക്കാവശ്യമായുള്ള വൈദ്യസഹായം എത്തിക്കുന്നതിനും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി തന്നെ ആശുപത്രികളിൽ സന്ദർശനം നടത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇത്രയേറെ ഇന്ത്യക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്ന നിമിഷത്തിൽ തന്നെ ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വരികയും ഒപ്പം തന്നെ മരണപ്പെട്ട ഇന്ത്യക്കാരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയും ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടും മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതലായി ഈ അപകടത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന മുഖ്യമന്ത്രി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നതിനും ഒപ്പം ഇവരുടെ വിവരങ്ങൾ കൈമാറുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഇവരെ സുരക്ഷിതരായി നാട്ടിലേക്ക് മടക്കിയെത്തുന്ന ഈ അപകടത്തിൽ അതിജീവിച്ചവരെ സുരക്ഷിതരായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ വളരെ ഗൗരവകരമായ ഒരു ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥർ നേരിട്ട് ആശുപത്രികളിലെത്തി വിവരങ്ങൾ തേടുകയും അവർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ അപകടത്തിൽ മരണപ്പെട്ട ഇന്ത്യക്കാരായ ആളുകളെ അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദേശ മന്ത്രാലയം കൂടുതൽ ശ്രദ്ധ ചെലുത്തും എന്നാണ് നമുക്ക് ഈ നിമിഷം പറയാനാകുക. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ തുടക്കം മുതൽ തന്നെ ഈ അപകടത്തിൻ്റെ വാർത്ത പുറത്തു വരുന്ന ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ ഉണ്ട്. മന്ത്രാലയത്തിൻ്റെ വക്താക്കളായ ആളുകൾ വിവിധ ആശുപത്രികളിൽ പരിക്കേറ്റ് കിടക്കുന്ന ഇന്ത്യൻ വംശജരായ ആളുകളെ സന്ദർശിക്കുകയും അവരുടെ വിശദാംശങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. ഏതായാലും ഈ മണിക്കൂറിൽ വലിയ അപകടം, വലിയ ദുരന്തം തന്നെയാണ്, തീപിടുത്ത ദുരന്തം തന്നെയാണ് കുവൈറ്റിലുണ്ടായിരിക്കുന്നത്. 49 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. നേരത്തെ 40 എന്നൊക്കെയാണ് കണക്ക് വന്നിരുന്നെങ്കിലും 49 പേരാണ് മരിച്ചിരിക്കുന്നത്. 11 മലയാളികളുണ്ട് എന്ന് പറയുന്ന വിവരം പുറത്തു വരുന്നു. 24 ഇന്ത്യക്കാർ. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകൾ. ഏകദേശ കണക്കുകളാണ്. ഇതിൽ അത്രയധികം വ്യക്തത ഈ ഘട്ടത്തിൽ ഇല്ല. എങ്കിലും ഈ മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊല്ലം സ്വദേശിയും പത്തനംതിട്ട സ്വദേശിയും മരിച്ചു എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നിരവധി പേർ അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ന്യൂസ് മലയാളത്തിന് അവരെ കാണാനായി അവിടെ അവരുടെ പ്രതികരണം കാണാം. 4:30 സൗണ്ട് കേട്ട് എണീറ്റതാണ്. അപ്പോൾ പുറത്തേക്ക് ഡോറ് തുറന്നിറങ്ങിയപ്പോൾ ഫുള്ള് പോകാം. സ്റ്റെപ്പ് വഴി ഓടാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. തിരിച്ച് റൂമിൽ കയറി ഗ്ലാസ് മുറിച്ച് പുറത്തേക്ക് ചാടി. അങ്ങനെ വന്ന ആശുപത്രി പോയിട്ട് വന്നല്ലേ ഇപ്പോൾ? 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുകയും വെള്ളമെല്ലാം അവിടെ കിട്ടും. ഹാള് തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര പുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വിൻഡോ തുറന്ന് അതിൻ്റെ അവിടെ പുകയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ AC-യുടെ നെറ്റ് വഴി പുറത്തിയാടി. നെറ്റിൻ്റെ മണ്ടയ്ക്ക് ചാടി. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ളവരും സെക്കൻഡ് ഫ്ലോറിലുള്ളവരും നെറ്റ് വഴി കുറേ പേര് ചാടി. ബാക്കി ആർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. സ്റ്റെപ്പിൽ കൂടെ പോയവരാണ് കൂടുതൽ ഈ അപകടപ്പെട്ടിരിക്കുന്നത്. അപകടത്തിൽ പെട്ടത് സ്റ്റെപ്പ് വഴി പോയവർക്ക് ശ്വാസം കിട്ടിയില്ല. അങ്ങനെ കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായിരുന്നു പറഞ്ഞു? അല്ല, സംഭവിക്കാനൊന്നുമില്ല. കാലത്ത് ഉറക്കത്തിൽ നിന്ന് ഈ പോകും ബോളും കേട്ടോട്ട് ചാടി കഴിക്കുക. ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും മൊത്തം പോകും ചെയ്യുവാണ്. മൊത്തം റൂമിനകത്ത് ഞങ്ങളുടെ റൂമിൽ നിന്ന് വെളിയിറങ്ങിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. റൂമിൽ നിന്ന് വെളിയിറങ്ങുന്നവർക്കൊക്കെ. നിങ്ങൾ എത്രാമത്തെ ഫ്ലോറിലായിരുന്നു? 4th ഫ്ലോറിൽ. 4th ഫ്ലോറിലൊക്കെ അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു? ഓൾമോസ്റ്റ്. ആണോ? ആ റൂമിൽ നിന്നവരല്ല, ഞങ്ങൾ ഈ റൂമിലുണ്ടായിരുന്നു. ശരി, 4th ഫ്ലോർ. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ നിന്നും അനിൽ പി അലക്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് കേൾക്കാം നമുക്ക്. പുലർച്ചെ 4 മണിയോടെയാണ് കുവൈറ്റിനെ നടുക്കിയ ദുരന്തമുണ്ടായത്.
മംഗഫ് ബ്ലോക്ക് 4-ൽ കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലെ NBTC കമ്പനിയുടെ ക്യാമ്പ് നമ്പർ 4-ലാണ് അപകടം നടന്നത്. തീപിടുത്തത്തിൽ 40-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ കൊല്ലം ഓയൂർ സ്വദേശിയായ ഉമറുദ്ദീൻ ഷമീറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 33-കാരനായ ഉമറുദ്ദീൻ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ക്യാമ്പിൽ ബാച്ചിലേഴ്സ് മാത്രമാണ് താമസിച്ചിരുന്നത്. മലയാളികൾ, തമിഴ്നാട്ടുകാർ, നോർത്ത് ഇന്ത്യക്കാർ കൂടാതെ ഫിലിപ്പൈൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്നുണ്ട്. ഇവിടെ 6 നില കെട്ടിടത്തിന്റെ താഴെ നിന്നും തീ പടരുകയായിരുന്നു. NBTC കമ്പനിയുടെയും സഹസ്ഥാപനമായ ഹൈവേ സെന്ററിലെയും 195 ജീവനക്കാരാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അഗ്നി രൂക്ഷമായതോടെ 5ഉം 6ഉം നിലകളിലുള്ളവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരും മരണത്തിൽപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദാൻ ആശുപത്രിയിലെ 21, ഫർവാനി ആശുപത്രിയിൽ 6, അമേരി ആശുപത്രിയിൽ 1 കേസും കൂടാതെ മുബാറക് അൽ കബീർ ആശുപത്രിയിൽ 11 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൃതദേഹങ്ങൾ ദജീജ് മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ 49 പേർ അപകടത്തിൽ മരിച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്, അൽ അഹമ്മദി ഗവർണർ, മുബാറക് അൽ കബീർ ഗവർണർ കൂടാതെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈക്ക അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കുവൈറ്റ് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ അപകടമാണിത്. ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ രാവിലെ തന്നെ സ്ഥലത്തെത്തി നടപടികൾ ഏകോപിപ്പിക്കുന്നുമുണ്ട്. അനിൽ പേലക്സ്, ന്യൂസ് മലയാളം, കുവൈറ്റ്.